അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ലോസ് ഫംഗ്ഷൻ്റെ തിയറി പാർട്ടും അൽഗോരിതം ഒക്കെ കണ്ടിരുന്നു. ഇനി നമുക്ക് ആക്ച്വൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. സപ്പോസ് വി വാണ്ട് ടു പ്രെഡിക്റ്റ് എ സ്റ്റുഡൻസ് എക്സാം സ്കോർ ബേസ്ഡ് ഓൺ ദ അവേഴ്സ് സ്റ്റഡി. അപ്പോൾ ഇവിടെ ഒരു കുട്ടി പഠിച്ചിരിക്കുന്ന അവേഴ്സ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. പിന്നെ എക്സാമിന് കിട്ടിയിരിക്കുന്ന സ്കോറും കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ പഠിച്ചപ്പോൾ സ്കോർ 2, 2 മണിക്കൂറിന് 4, 3 മണിക്കൂറിന് 6. ഇങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സും വൈയും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യമേ ലീനിയർ റിഗ്രഷൻ മോഡൽ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു അല്ലേ, വൈ ക്യാപ്പ് ഈക്വൽ ടു WX+B എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ അവിടെ എഴുതുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡബ്ല്യുവും ബിയും ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് വേറൊന്നും തന്നിട്ടില്ല അല്ലേ, ആകെ എക്സും വൈയോ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു? വെയ്റ്റും ബയാസും 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ ആൽഫയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാമല്ലോ. 0യ്ക്കും 1നും ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ നമ്മൾ 0.1 എന്ന് എടുക്കുന്നു. പിന്നെ നമുക്ക് എത്ര എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്? 1, 2, 3 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രെയിനിങ് എക്സാമ്പിൾ എമ്മിൻ്റെ വാല്യൂ 3 ആയിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യൽ പ്രഡിക്ഷൻ ഡബ്ല്യുവും ബിയും 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പോ വൈ ക്യാപ്പ് ഈക്വൽ ടു WX+B. ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാണ്? 0. അതുകൊണ്ട് വൈ ക്യാപ്പ് ഈക്വൽ ടു 0x+B. ബിയുടെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ വൈ ക്യാപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടി. ഇവിടെ ഇനിയൊന്നും ചെയ്യാനില്ല അല്ലേ, 0 തന്നെയായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സും വൈയും എഴുതുക. പ്രിഡിക്റ്റഡ് വൈ, ആ ഇക്വേഷനിൽ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രിഡിക്റ്റഡ് വൈ കിട്ടുക അല്ലേ. നോക്കിക്കേ, ഇപ്പോൾ 0 × 1 + 0 0 തന്നെയാണ്. 0 × 2 + 0 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം 0 കിട്ടുന്നതുകൊണ്ട് ഇവിടെ പ്രെഡിക്റ്റഡ് വൈ ക്യാപ്പും 0 ആയിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷനെ കമ്പ്യൂട്ട് ചെയ്യുക. കോസ്റ്റ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയ മീൻ സ്ക്വയർഡ് ഇക്വേഷൻ നമ്മൾ എഴുതുക. YI ക്യാപ്പ് മൈനസ് YI സ്ക്വയർ. അപ്പം 1/2m, m എന്നതിൻ്റെ വാല്യൂ 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1/2 × 3 × നമ്മൾ ഓരോന്നിനെയും മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യണം കേട്ടോ. അപ്പം YI ക്യാപ്പ് 0 ആയതുകൊണ്ട് എന്ത് വരും? 0 മൈനസ് ആക്ച്വൽ വാല്യൂ Y1 എത്രയാണ്? Y2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4. അങ്ങനെ നമ്മുടെ 3 വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടെത്തുന്നു. ആ കിട്ടിയിരിക്കുന്നതാണ് നമ്മുടെ എറർ. അപ്പോൾ എറർ 9.33 ആണ്. അത് കുറച്ച് കൂടുതലല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മിനിമൈസ് ചെയ്യണം. ഇനി നമ്മുടെ ഗ്രേഡിയൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ എന്താ ∂J/∂W ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വെയിറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻറ്റു XI ഇൻപുട്ട് വാല്യൂ. എക്സിൻ്റെ വാല്യൂസ് അറിയാമല്ലോ, 1, 2, 3 ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ വാല്യൂ YI ക്യാപ്പ് മൈനസ് YI ഇൻറ്റു നമ്മുടെ എക്സിൻ്റെ വാല്യൂ പ്ലസ് സെക്കൻഡ് വൺ രണ്ടാമത്തെ വൈയുടെ വാല്യൂ ഇൻറ്റു XI അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -9.33 കിട്ടും. ഇനി ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ബയാസ് ചെയ്യുക. അവിടെ XI ഇല്ലാന്നേ ഉള്ളൂ. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മുടെ പാരാമീറ്റർ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ W = W - α × ∂J/∂W B = B - α × ∂J/∂B യൂസ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യുവിൻ്റെയും ബിൻ്റെയും ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യുക? കിട്ടിയ ഈ വാല്യൂസ് വെച്ച് നമ്മൾ പുതിയൊരു പ്രഡിക്ഷൻ ഉണ്ടാക്കുക. നമ്മുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, വൈ ക്യാപ്പ് ഈക്വൽ ടു WX+B. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റഡ് ഇക്വേഷൻ എഴുതുക. വൈ ക്യാപ്പ് ഈക്വൽ ടു W എന്താ നമുക്കിവിടെ കിട്ടിയത്? 0.933 0.933x + B. ബിയുടെ വാല്യൂ എത്ര കിട്ടി? 0.4. അതിവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ എക്സിൻ്റെ വാല്യൂ ആയ 1, 2, 3ൽ എക്സിന് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈ ക്യാപ്പിൻ്റെ വാല്യൂ പ്രഡിക്ഷനായിട്ട് ഒരു ബോക്സിൽ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ഈ വാല്യൂസ് ഒന്ന് നോക്കിക്കേ. നമ്മുടെ ആക്ച്വൽ വാല്യൂവിന് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ഇരിക്കുന്നത് നമ്മുടെ നേരത്തെ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെക്കാളും. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റെപ്പ് 2 തൊട്ട് വീണ്ടും ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 2 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ MSED ഇക്വേഷൻ എഴുതുക. ഇവിടെ ഇപ്പം YI - YI ക്യാപ്പ് YI ക്യാപ്പ് എന്ന് നേരത്തെ നമ്മുടെ പ്രഡിക്ഷൻ വാല്യൂ എല്ലാം 0 ആയിരുന്നു അല്ലേ. ഇവിടെ അപ്പോൾ എന്ത് വരും? നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രഡിക്ഷൻ വാല്യൂ വരും. ആ പ്രഡിക്ഷൻ വാല്യൂ ഇട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഗ്രേഡിയൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ∂J/∂W കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെ.
നമ്മൾ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡ് കിട്ടുന്ന ടേബിൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഡോ ജെ ബൈ ഡോ ഡബ്ല്യു കണ്ടുപിടിക്കുന്നു, ഡോ ജെ ബൈ ഡോ ബി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ആൽഫ ഇൻറ്റു ഡോ ജെ ബൈ ഡോ ഡബ്ല്യുവും ഡോ ബിയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ആ വാല്യൂസ് ഇല്ലേ ഡബ്ല്യുവിൻ്റെയും ബിയുടെയും, അത് വെച്ച് നമ്മൾ വീണ്ടും അടുത്ത ഐട്രേഷൻ ചെയ്യുന്നു. അപ്പം വൈ ക്യാപ്പിനെ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡബ്ല്യുവിൻ്റെ വാല്യൂ 1.351 എക്സ് പ്ലസ് ബിയുടെ വാല്യൂ 0.573, അത് ഒരു ഇക്വേഷനായിട്ട് എഴുതുന്നു. എന്നിട്ട് ആ ഇക്വേഷൻ വെച്ച് നമ്മൾ വീണ്ടും അടുത്ത ടേബിൾ കണ്ടുപിടിക്കുന്നു. എക്സ് y1 വൈ ക്യാപ്പ് എന്ന് പറയുമ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഈ കിട്ടിയിരിക്കുന്ന പുതിയ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ സെയിം 2 to 5 സ്റ്റെപ്സ് നമ്മുടെ അൽഗോരിതം നോക്കിയാൽ മനസ്സിലാവും. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിങ്ങനെ കുറേ കണ്ടിന്യൂ ചെയ്ത് പോകാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പുതിയ പ്രഡിക്ഷൻ, അത് വെച്ച് കോസ്റ്റ് ഫംഗ്ഷൻ, ഗ്രേഡിയൻറ്റ്, അപ്ഡേറ്റ് ചെയ്ത വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഐട്രേഷന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ കുറേ തവണ നമ്മൾ ഐട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇത് വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ കോസ്റ്റ് ഓരോ ഐട്രേഷനിലും ഡിക്രീസ് ആയി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡബ്ല്യുവും ബിൻ്റെയും വാല്യൂ നമ്മുടെ ട്രൂ റിലേഷൻഷിപ്പായിട്ട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് y ഈക്വൽ ടു 2x ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഈ ഐട്രേഷൻ ഇങ്ങനെ ചെയ്ത് ഒരു 50 ഐട്രേഷനിൽ എത്തുമ്പോഴത്തേക്കിനുമാണ് നമ്മൾ 0 അല്ലെങ്കിൽ 1 ക്ലോസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവൻച്വലി ദ പാരാമീറ്റർ കൺവേർജ് ടു വെയ്റ്റ് ഈക്വൽ ടു 2 ആൻഡ് ബയാസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ലേൺഡ് ഇക്വേഷൻ എന്താണ്? y ക്യാപ്പ് ഈക്വൽ ടു 2x വിച്ച് പെർഫെക്റ്റ്ലി ഫിറ്റ്സ് ദ ട്രെയിനിങ് ഡേറ്റ ഇഫ് എ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ് ഫോർ 5 hours. ഇത് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡേറ്റയിൽ 3 എണ്ണം തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു കുട്ടി 5 മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ പ്രെഡിക്റ്റഡ് എക്സാം സ്കോർ എന്തായിരിക്കും? 2x. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ 5 മണിക്കൂർ. നമ്മൾ 2 × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 10 ആയിരിക്കും 5 മണിക്കൂർ പഠിച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന പ്രെഡിക്റ്റഡ് എക്സാം സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കുറേ തവണ നമ്മൾ ഐട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പം മുഴുവനായിട്ട് നമുക്ക് വീഡിയോയിൽ പറഞ്ഞാൽ ഒത്തിരി ലെങ്തി ആവും. ഇപ്പോൾ തന്നെ കുറച്ച് നേരം എടുത്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാം.